പ്രകൃതി നേരിടുന്ന കൊടിയ ചൂഷണത്തിന്റെ നേർക്കാഴ്ചയാവുകയാണ് ഇടുക്കിയിലെ ചൊക്രമുടി മലനിരകൾ. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ടും കയ്യേറ്റവും ചൊക്രമുടി മലനിരകളെ വലിഞ്ഞുമുറുക്കി. ജൈവസമ്പത്ത് പൂർണ്ണമായും നശിപ്പിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ പേരിനുള്ള നടപടിക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ചപ്പോൾ കയ്യേറ്റ മാഫിയകൾ മറ്റ് പലയിടങ്ങളിലായി പ്രകൃതിഹത്യ തുടരുകയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മലനിര, വരയാടുകൾ മെയ്യുന്ന, നീലക്കുറിഞ്ഞി പൂക്കുന്ന അതീവ പരിസ്ഥിതി ദുർബല മേഖലയായ ചൊക്രമുടിയിലാണ് വൻ പ്രകൃതിഹത്യ അരങ്ങേറിയത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവളെ കീറിമുറിച്ചു. നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള സംരക്ഷിത സസ്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. നീർച്ചാലുകൾ കെട്ടിയടച്ച് ചെക്ക് ഡാമുകൾ നിർമ്മിച്ചു. വൃക്ഷങ്ങൾ കൊള്ളയടിച്ചു. ചൊക്രമുടിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ കയ്യേറ്റക്കാർ തകിടം മറിച്ചു. 1965, 1970 കാലഘട്ടത്തിലെ വ്യാജ പട്ടയങ്ങൾ ചമച്ച് അടിമാലി സ്വദേശിയായ സിബി ജോസഫാണ് കയ്യേറ്റത്തിന് ചുക്കാൻ പിടിച്ചത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടവും ചൂഷണത്തിന് കുടപിടിച്ചു. CPIയുടെ റവന്യൂ വകുപ്പ് മന്ത്രിയും CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് ഈ വ്യാജരേഖകൾ ചമയ്ക്കാൻ അയാളെ സഹായിച്ചതെന്നും അങ്ങനെ സഹായിച്ചതിന് ഈ ഭൂമി വിറ്റ് കിട്ടുന്ന പണത്തിൽ 1/3 അവർക്കുള്ള വിഹിതമാണെന്നും അന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ റവന്യൂ മന്ത്രി കെ രാജനും കയ്യേറ്റത്തിൽ പങ്കുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. നടപടി നേരിട്ട 4 റവന്യൂ ഉദ്യോഗസ്ഥർ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. നേരിട്ട് കയ്യേറ്റം നടത്തിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. കയ്യേറ്റക്കാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പ്രകൃതിഹത്യ നിർബാധം തുടരുന്നു. ചൊക്രമുടിയിൽ സർക്കാർ വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കിയെങ്കിലും ഭൂമി തിരികെ പിടിക്കാനായി 49 ആധാരക്കാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കേസ് അട്ടിമറിക്കാനും ശ്രമം നടന്നു. കോടതിയിൽ നിൽക്കുന്ന കേസിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ 14.69 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാക്കി നിലനിർത്തുന്നതിനാവശ്യമായ നിയമ നടപടികളും കോടതിയിൽ ആവശ്യമായ രേഖകൾ കൊടുത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. മരം മുറിച്ചു കിടത്തിയ ആളുകൾക്കെതിരെ, അതിന് സഹായിച്ചവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കണം. അവരെ നിയമപരമായി തൂക്കിലടയ്ക്കുന്നതിനാവശ്യമായ സമീപനങ്ങൾ സ്വീകരിക്കണം. ഹൈക്കോടതിയിൽ സർക്കാരിന്റെ വാദങ്ങൾ ശക്തമായി ഉന്നയിക്കാനോ ആവശ്യമായ ഭൂരേഖകൾ ഹാജരാക്കാനോ സർക്കാർ പ്ലീഡർ തയ്യാറാകാതിരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകെട്ടുണ്ടെന്നാണ് അടിമാലി സ്വദേശി വിനോസ് കറിയ ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഇദ്ദേഹം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ വാഗമൺ, ദേവികുളം, മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമാനമായ രീതിയിൽ വൻ പ്രകൃതിഹത്യ നടക്കുമ്പോഴും അധികൃതർ മൗനം തുടരുകയാണ്. ചൊക്രമുടി കയ്യേറ്റത്തിൽ ഉൾപ്പെടെയുണ്ടാകുന്ന പരാതികളിൽ അന്വേഷണം നടക്കുമോ അതോ പതിവ് പോലെ ഫയലുകൾ ഒതുക്കപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ജനം, ഇടുക്കി.